وما وقع من الاختلاف بين الشيعة وأهل السنة ഏത് വിഷയത്തിൽ في هذه المسألة وادعاء كل من الفريقين النص في باب الإمامة ഇമാമത്തിൻ്റെ വിഷയത്തിൽ നെസ്സുണ്ട് എന്ന് രണ്ട് ടീമുകളുടെയും വാദവും വബറാദിൽ അസ്ഇലത്തി വല്ലജിബത്തി മിനൽ ജാനിബൈൻ വഇറാദിൽ അസ്ഇലത്തി വല്ലജിബത്തി മിനൽ ആജിബൈൻ രണ്ടു വശങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്കുമുള്ള മറുപടികളുമെല്ലാം ഫമദ്കൂറും ഫിൽ മുതവ്വലാത്ത് ബൃഹത് ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വൽ ഖിലാഫത്തു 30 സന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖലീഫമാരുടെ ഭരണകാലഘട്ടം അത് 30 വർഷമാണ്. സുമ്മ ബഅദഹ മുൽക്കുൻ, പിന്നീട് അതിൻ്റെ ശേഷം രാജാക്കന്മാരും വൈമാറത്തുൻ, അധികാരങ്ങളുമൊക്കെയാണ്. ഖിലാഫത്ത് എന്നുള്ളത് അത് 30 വർഷമാണ്. അപ്പോൾ ഖിലാഫത്ത് എന്നുള്ളത് മനസ്സിലായി, അവർ ഭരണകൊതിയന്മാരോ ഭരണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അത് പ്രതിനിധിയായി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തുടർന്നു വന്നവരെല്ലാം മുൻ ആളിൻ്റെ പ്രതിനിധികളായിട്ടാണ് വന്നത്. ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഖിലാഫത്തു ബഅദി 30 സന സുമ്മ യസീറു മുൽക്കൻ ഖുലൂല, മുൽക്കൻ അലൂദ് കടിച്ചു പറിക്കുന്ന അധികാരങ്ങളായി പിന്നീട് മാറുമെന്ന്. ശേഷമുള്ള ഭരണചരിത്രപരമായ പഠനങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ വശങ്ങളുമെല്ലാം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും, ബഹുമാനപ്പെട്ട ഖലീഫമാരുടെ ഭരണകാലവും അനന്തരം വന്ന ആളുകളുടെ ഭരണകാലവുമെല്ലാം. വഖദ് ഇസ്തുശ്ഹിദ അലി റളിയല്ലാഹു അൻഹു അലാ റഅസി 30 സനത മിൻ വഫാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ വിയോഗാനന്തരം 30 വർഷത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ഏറ്റുവാങ്ങുന്നത്. ഫമുആവിയത്തുൻ വമൻ ബഅദഹു ലാ യകൂനൂന ഖുലഫാഅ ബൽ മുലൂകൻ ഉമറാഅ, പിന്നീട് വന്ന മുആവിയ റളിയല്ലാഹു അൻഹും ശേഷമുള്ള ആളുകളൊക്കെ ഖലീഫമാരല്ല, ബൽ മുലൂകൻ വ ഉമറാഅ, അവർ രാജാക്കന്മാരും നേതാക്കന്മാരുമായിട്ടാണ് മാറുന്നത്. വഹാദാ മുഷ്കിലുൻ ലിഅന്ന അഹ്ലൽ ഹില്ലി വൽ അഖ്ദി മിനൽ ഉമ്മത്തിലെ അഹ്ലുൽ ഹില്ലി വൽ അഖ്ദ്, കെട്ടാനും അയക്കാനും കെൽപ്പുള്ള ആളുകൾ, അതായത് നാട്ടുപ്രമാണിമാർ, അവർക്കത് കാനു മുത്തഫിഖീന അലാ ഖിലാഫത്തിൽ ഖുലഫാഇൽ അബ്ബാസിയ്യത്തി ബഅദിൽ മർവാനിയ, അബ്ബാസിയക്കാരുടെയും മർവാനിയക്കാരുടെയും ചില ഖലീഫമാരുടെ ഖിലാഫത്തിന് മേൽ അവർ മുത്തഫിഖായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മസല പറഞ്ഞു, വലഅൽ മുറാദ് അന്നൽ ഖിലാഫത്തൽ കാമിലത്തല്ലതി ലാ യുശ്ബിഹുഹാ ശൈഉൻ മിനൽ മുഖാലഫത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖിലാഫത്ത് എന്നുള്ള ശേഷമുള്ളതും ഖലീഫമാരായിട്ട് അവരെ സമൂഹം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നബി തങ്ങൾ പറഞ്ഞ ഖിലാഫത്തോ അത് അൽ ഖിലാഫത്തുൽ കാമില അല്ലതി ലാ യുശ്ബിഹുഹാ ശൈഉൻ മിനൽ മുഖാലഫത്തിൻ്റെ ഒന്നും അടിച്ചു വീഴ്ചക പോലും ചെയ്യാത്ത സമ്പൂർണമായ ഖിലാഫത്ത്. വമൈലുൻ അനിൽ മുതാബഅത്തെ തൊട്ടൊരു ചായ്വ്, അവരെ പിന്തുടരാൻ ആളുകൾക്ക് തോന്നാതിരിക്കാത്ത തരത്തിലുള്ള ഖിലാഫത്തും കാമില, അത് 30 വർഷമാണ് എന്നുമാവാം. തക്കൂനു 30 സന വബഅദഹാ തക്കൂനു വഖദ് ലാ തക്കൂനു, അപ്പോൾ പിന്നീടുണ്ടാകും അത് അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അവരെ പിന്തുടരുന്ന ആളുകളുണ്ടാകും, ബൈഅത്ത് ചെയ്യാതെ വിട്ടു നിൽക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതിൻ്റെ എല്ലാം സമ്പൂർണത അത് 30 വർഷത്തോളമാണ് എന്നതിൽ നിന്ന് വായിച്ചെടുക്കാം. സുമ്മൽ ഇജ്മാഉ അലാ അന്ന നസ്ബൽ ഇമാമി വാജിബുൻ, ഒരു ഇമാമിനെ സ്ഥാപിക്കൽ വാജിബാണ്. وإنما الخلاف في أنه هل يجب على الله تعالى أو على الخلق بدليل سمعي ദലീൽ വെച്ച് നോക്കുന്ന സമയത്ത് ഖൽഖിൻ്റെ മേലിലാണോ, ഔ അഖ്ലിയൻ അല്ലെങ്കിൽ അഖ്ലിയായ ദലീൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഇമാമുണ്ടാവൽ നിർബന്ധമാണോ എന്ന ചർച്ച. അപ്പോൾ ഇമാമ് വേണമെന്ന വിഷയത്തിൽ ഇതില്ല. ഇനി അവിടെ നസ്ബ് ചെയ്യുന്ന ആൾ ആരാണ് എന്നതാണ് അനന്തര ചർച്ച. വൽ മദ്ഹബു അന്നഹു യജിബു അലൽ ഖൽഖി സമഅൻ, കേട്ടുകേൾവി അനുസരിച്ച് ഖൽഖിൻ്റെ മേൽ നിർബന്ധമാകും. ഖൗലി അലൈഹി സ്വലാത്തു വസ്സലാം മൻ മാത വലം യഅരിഫ് ഇമാമ സമനിഹി മാത മീതത്തുൽ ജാഹിലിയ്യ, എന്താണ് പറഞ്ഞത്? മൻ മാത, വല്ലവനും മരിച്ചാൽ, വലം യഅരിഫ്, അവനറിയത്തില്ല, ഇമാമ ജമാനിഹി, തൻ്റെ ജമാൻ്റെ ഇമാമിനെ അവൻ അറിയാത്തവനായിട്ടാണ് മരിച്ചതെങ്കിലോ മാത മീതത്തുൽ ജാഹിലിയ്യത്തി,
ജാഹിലിയ കാലഘട്ടത്ത് മരണപ്പെട്ടവനെ പോലെ ഡ്രസ്സില്ലാത്തവൻ്റെ മരണമായിരിക്കും അവൻ പുൽകേണ്ടി വരിക. വലിയന്നൽ ഉമ്മത്തെ ഖദ് ജഅലു അഹമ്മൽ മുഹിമ്മാത്തി ബഅദ വഫാത്തി നബി അലൈഹി സ്വലാത്തു വസ്സലാം നസ്ബൽ ഇമാമ. പിന്നെ ഇപ്പം എന്തുമാണ് ഈ ഖൽഖിൻ്റെ മേലിൽ നസ്ബുൽ ഇമാം വാജിബാണെന്ന് പറയുന്നതിന് മറ്റൊരു കാരണം, ഒന്ന് ഹദീസാണ്, മറ്റൊന്ന് ഖദ് ലിഅന്നൽ ഉമ്മത്ത്, നമ്മുടെ ഈ സമൂഹം ഖദ് ജഅലു അഹമ്മൽ മുഹിമ്മാത്തി, അവരുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം അവരാക്കി ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം നസ്ബൽ ഇമാം, ഇമാമിനെ സ്ഥാപിക്കാനാണ് അവർ കാര്യമായിട്ട് പിന്നീട് പണിപ്പെട്ടത്. ഹത്താ ഖദ്ദമുഹു അലദ്ദഫനി, ഹബീബായ തങ്ങൾ മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് വരെ അവിടെ അപ്പോഴേക്കും അവർ ഇമാമിനെ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. വകദാബാദ മൗത്തി കുല്ലി ഇമാം, എല്ലാ ഇമാമ മരണത്തിൻ്റെ ശേഷവും അവർ മറ്റൊരു ഇമാമിനെ നസ്ബ് ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു. വലി അന്ന കസീറ മിനൽ വാജിബാത്തി ശർഇയ്യ, ശർഇലെ ഒരുപാട് വാജിബുകൾ യതവഖഫു അലൈഹി, അത് ഒരു ഇമാമിൻ്റെ മേൽ നിലകൊള്ളുന്നുണ്ട്. കമാ അശാറ ഇലൈഹി ബിഖൗലിഹി, അതിലേക്ക് സൂചിപ്പിച്ചു വൽ മുസ്ലിമൂന ലാബുദ്ദ ലഹും, മുസ്ലിമീങ്ങളുണ്ടല്ലോ, ലാബുദ്ദ ലഹും അവർക്ക് കൂടാതെ കഴിയത്തില്ല, മിൻ ഇമാമിൻ യഖൂമു ബിതൻഫീദി അഹ്കാമിഹിം, അവരുടെ ഹുക്കുമുകളൊക്കെ നടപ്പിലാക്കുന്നൊരു ഇമാമ് കൂടാതെ കഴിയത്തില്ല. വൈഖാമത്തി ഹുദൂദിഹിം, അവരുടെ ഹദ്ദുകളൊക്കെ നടപ്പാക്കുന്ന. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അവരുടെ മാസമുറപ്പിക്കൽ, സമൂഹത്തിലെ അശരണരായ അലംബഹീനരായ സ്ത്രീകളുടെ വിവാഹം കഴിച്ചു കൊടുക്കൽ, ഇങ്ങനെ തുടങ്ങിയൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വസദ്ദി സഗൂരിഹിം, അവരുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുക. വതജ്ഹീസി ജുയൂഷിഹിം, അവരുടെ സൈന്യങ്ങളൊക്കെ ഒരുക്കി വിടുക. വഖദി സ്വദഖാത്തിഹിം, അവരുടെ സഖാത്തുകളൊക്കെ സ്വീകരിക്കുക. വഖഹരിൽ മുതഗല്ലിബത്തി വൽ മുതസ്വല്ലിസ്വത്തി വഖുത്താഇ ത്വരീഖ്, മുതഗല്ലിബത്ത് അവരിലെ പ്രക്ഷോഭകാരികളെ, വൽ മുതലസ്സിസ്വത്തി അവരിലെ കള്ളന്മാരെ, വഖുത്താഇ ത്വരീഖ് വഴികൊള്ളക്കാരെല്ലാവരെയും അടിച്ചമർത്തുക. ഇഖാമത്തിൽ ജുമഇ വൽ അഇയാദ്, ജുമുഅകളും അതുപോലെ പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുക. വഖത്ഇൽ മുനാസഅത്തിൽ വാഖിഅത്തി ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ ഉടലെടുക്കുന്ന തർക്കവിതർക്കങ്ങളെ ഗണ്ണിക്കുക. വഖബൂൽ ഷഹാദത്തിൽ ഖായിമത്തി അലൽ ഹുഖൂഖ്, ഹക്കുകളുടെ മേൽ നിലകൊണ്ടിട്ട് വരുന്ന ഷഹാദത്തുകളെ സ്വീകരിക്കുക. ഒരാൾക്ക് ഇന്നത് കിട്ടാനുണ്ട്, ഇന്നാളുടെ ഭാര്യയാണ്, അവർ വിവാഹം കഴിച്ചു കൊടുത്തതാണ്, അവർക്ക് തൊലാക്കിടയിൽ സംഭവിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സാക്ഷി നിൽക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം ഖാദിയുടെ അടുക്കൽ സാക്ഷി നിൽക്കണം, ഇമാമിൻ്റെ അരികിൽ സാക്ഷി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സാക്ഷിത്വം സ്വീകരിക്കാൻ. ഔലിയാക്കന്മാരില്ലാത്ത ആൺ പെൺ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കൽ. അഖിസ്മത്തിൽ ഗനാഇമി, യുദ്ധമുതലുകളെ ഓഹരി വെക്കൽ. ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഇമാമിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അതിനെല്ലാം ഇമാമു വേണം. വനഹ്വി ദാലിക മിനൽ ഉമൂരി ലത്തി ലാ യതവല്ലാഹ ആഹാദുൽ ഉമ്മ, ഉമ്മത്തിലെ ഒറ്റപ്പെട്ട ആളുകൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഫൈൻകയിൽ ചോദിക്കപ്പെട്ടാൽ ലിമന ജൂസുൽ ഇക്തിഫാഉ ബിദി ഷൗഖത്തിൻ ഫീ കുല്ലി നാഹിയ, ഓരോ പ്രദേശത്തും ഒരു പ്രമാണി കൊണ്ട് മതിയായാൽ പോരെ, ഒരു ദീ ഷൗക്കത്തുള്ള ആൾ പോരെ. മിൻ ഐന യജിബു നസ്ബു മൻ ലഹു റിആസത്തുൽ ആമ, ഒരു പബ്ലിക് നേതൃത്വമുള്ള ആളെ തന്നെ വെക്കൽ നിർബന്ധമാണ്, എവിടുന്നാണ് വന്നത് എന്ന് ചോദിക്കപ്പെട്ടാൽ ഖുൽന, നാം പറയും ലിഅന്നഹു യുഅദ്ദി ഇലാ മുനാസഅത്തി, തർക്കങ്ങളിലേക്കും വമുഖാസ്വമാത്തി, വാദങ്ങളിലേക്കും, മുഫിളത്തിൻ ഇലാ ഇഖ്തിലാലി അംരിദ്ദീനി വദ്ദുനിയ, ബൗദ്ധികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ബ്രേക്കിംഗ് വരുന്ന തരത്തിലേക്കുള്ള മുഖാസമത്തും മുനാസഅത്തും കൊണ്ടെത്തിക്കും ഒരു ഇമാമിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ. കമാ നുശാഹിദു ഫീ സമാനിന ഹദാ, ഇക്കാലഘട്ടത്ത് നാം ദർശിക്കുന്നത് പോലെയുള്ള സംഭവവികാസങ്ങൾ ഉടലെടുക്കാൻ ഒരു ഇമാമിൻ്റെ കുറവ് കാരണമാകും. ഫൈൻകൈല ഫലുക്തഫ് ബിദി ഷൗഖത്തിൻ ലഹു റിആസത്തുൽ ആമ, ഒരു പബ്ലിക് അധികാരമുള്ള ഒരു പ്രമാണിയെ കൊണ്ട് മതിയാക്കപ്പെടട്ടെ,
ഇമാമൻ ഖാനോ ഗൈറ ഇമാം, ഇമാമാട്ടെ ഇമാമല്ലാത്താവട്ടെ ഒരാളുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ ഒതുങ്ങി നിന്നാൽ പോരെ. ഇന്തിലാമല്ലംരി, കാര്യങ്ങൾ ഓർഡറാവൽ, യഹ്സുലി ബിദാലിക്ക്, അതുകൊണ്ട് കരസ്ഥമാകുമല്ലോ. കമാഫി അഹദിൽ അത്തുറാഖ്, തുർക്കികളുടെ ഭരണകാലഘട്ടത്തെ അപ്രകാരമാണല്ലോ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഖുൽന നഅം, ശരി. യഹ്സുലു ബഅ്ദു നിളാമി ഫി അംരി ദീനി, ദുന്യവിയായ ചില കാര്യങ്ങളിലുള്ള ഒരു ഓർഡർ കരസ്ഥമാവും. ലാക്കിൻ യഖ്തല്ലു അംറുദ്ദീൻ, ദീനിൻ്റെ കാര്യം ഇടർന്നു പോകും. വഹുവൽ മഖ്സൂദുൽ അഹമ്മു വൽ ഉംദത്തുൽ ഉൽമ, ഏറ്റവും അവിഭാജ്യമായ ഘടകവും ഏറ്റവും ഇമ്പോർട്ടൻ്റായ ലക്ഷ്യവും അംറുദ്ദീൻ സ്വഹീഹാവുക എന്നുള്ളതാണ്. അംറുദ്ദുനിയാവിൻ്റെ കാര്യം മാത്രമല്ല.